ഭക്ഷണം ഉണ്ടാക്കേണ്ടത് കിച്ചൺ ടീമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും, വേണമെങ്കിൽ കഴിച്ചാൽ മതി. അതാണ് നമ്മുടെ ഗബ്രി ജോസ് നമ്മുടെ ജിൻഡോയ്ക്ക് കൊടുത്തൊരു ആൻസർ എന്ന് പറയുന്നത്. പ്രശ്നങ്ങളുടെ തുടക്കമൊക്കെ നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചതാണ്. അതായത് ജിൻഡോ ചായ രാവിലെ ഇട്ടത് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പം അത് പിന്നീട് ഗബ്രിയുമായിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് പോയി. ജിൻഡോ ചാടി എണീറ്റ് പുള്ളിയുടെ നേരെ പോകുന്നുണ്ട്. ബട്ട് ആളത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ജിൻഡോ അത് ഒരു ചൈൽഡിഷ് ബിഹേവിയർ ആയിട്ട് നമുക്കതിനെ കാണാം. ഞാനതിനെ നേരത്തെ ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഗബ്രി ജോസ് പറഞ്ഞത് ശരിയാണോ? അതായത് ഞങ്ങളാണ് കിച്ചൺ ടീം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഓൾറെഡി ഈ നമ്മുടെ ജിൻഡോ ഭയങ്കര ദേഷ്യപ്പെട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് കയറി ചെന്നു. സോ അതിനുള്ള ഒരു മറുപടി എന്ന നിലയ്ക്കാണ് പുള്ളി അത് പറഞ്ഞത്. രണ്ടാമത് കിച്ചൺ ടീമിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് എന്തുണ്ടാക്കണം എന്നുള്ളത്. അല്ലാതെ ഓരോരുത്തർക്കും എന്തിഷ്ടമെന്ന് ചോദിച്ച് അവരുണ്ടാക്കണമെന്നില്ല. ഇപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കിച്ചൺ ടീമിന് ഹൗസ് മേറ്റ്സിൻ്റെ സപ്പോർട്ട് കിട്ടിയേക്കാം, നെക്സ്റ്റ് വീക്കിൽ നോമിനേഷനിൽ പേര് പറയാതിരുന്നേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പല സന്ദർഭങ്ങളിലും ആ ഒരു ഹെൽപ്പ് ഇൻഡിവിജ്വലായിട്ട് കിട്ടിയേക്കാം. പക്ഷെ അതിനപ്പുറം കിച്ചൺ ടീമിനെ തീരുമാനിക്കാം എന്തുണ്ടാക്കണം, എന്താണോ അവിടെ ഉള്ളത് അത് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം. താല്പര്യമുള്ളവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് കഴിക്കാതിരിക്കാം. കാരണം അവിടെ ആരും ആരുടെയും ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒന്നുമല്ല, പരസ്പരം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. എങ്ങനെ ഫൈറ്റാണ്? നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ എടുക്കുക. കുറച്ച് പേര് സർവൈവ് ചെയ്യാനായിട്ട് പൊരുതുന്നൊരു സമയത്ത് ഒരാൾ കൊന്നിട്ടായാലും ജീവിക്കുക എന്നുള്ളത് പോലെ ഇവിടെ ഒരാളെ എങ്ങനെയും പുറത്താക്കി സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാളെ കൂടെ നിർത്തിക്കൊണ്ട് അയാളെയും കൂടെ കൊണ്ട് മുകളിലത്തേക്ക് പോകാന്നുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ബിഗ് ബോസിനകത്ത് തൻ്റെ അടുത്ത് നിൽക്കുന്നത് കൂട്ടുകാരനോ എതിരാളിയോ ആരായാലും അയാളെ എങ്ങനെയും പുറത്താക്കി ഒന്നാമതെത്തണം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. ഇനിയിപ്പോൾ ടോപ്പ് 5 വരെ കൂടെ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചാൽ തന്നെയും ടോപ്പ് 5-ലെത്തിയാലും അവരുടെ ലക്ഷ്യം എന്താണ്? ഒന്നാമതെത്തുക. ഒന്നാമതെത്തണമെങ്കിൽ കൂടെ നിൽക്കുന്ന കൂട്ടുകാരനെയും അമ്മയെയും അല്ലെങ്കിൽ അമ്മൂമ്മയും ഒക്കെ ആയിട്ട് കാണുന്ന ആൾക്കാരെയും ഒക്കെ ചവിട്ടി കളഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരുടെയും റിലേറ്റീവ്സോ സുഹൃത്തുക്കളോ ഒന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ ആരോടും അമിതമായിട്ടുള്ള വിധേയത്വത്തിൻ്റെ ആവശ്യമില്ല. കിച്ചൺ ടീമിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം, അത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാം. അതുകൊണ്ട് തന്നെ ഗബ്രിയ പറഞ്ഞ ഡയലോഗിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് പറഞ്ഞ സിറ്റുവേഷൻ കൂടി പരിഗണിക്കുമ്പോൾ അത് പൂർണ്ണമായും പുള്ളിയുടെ ഭാഗത്ത് ന്യായമായതുകൊണ്ടും തീർച്ചയായിട്ടും അതിനെ ആ രീതിയിൽ കാണാവുന്നതേ ഉള്ളൂ. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്.